മക്കളെ ഗുഡ് മോർണിംഗ്. വെൽക്കം ടു JP അക്കാഡമി. ഇറ്റ്സ് മീ ജിഷ്ണു. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോണത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? നമുക്ക് തുടങ്ങിയാലോ എന്നാ. നമ്മൾ LP കഴിഞ്ഞു, അതേപോലെ തന്നെ UP കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താ 8ാം ക്ലാസ് അല്ലെങ്കിൽ ഹൈസ്കൂളിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. വലിയ മക്കളായിട്ടുണ്ടോ നമ്മളിപ്പോഴും ചെറിയ മക്കൾ തന്നെയാണ്, പക്ഷെ വലിയ ക്ലാസ്സുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് എന്താ പഠിക്കേണ്ടി വരും. എല്ലാവരും പഠിക്കാൻ റെഡി ആണോടാ? എല്ലാവരും റെഡിയാണോ? എല്ലാവരും ടെക്സ്റ്റ് നോട്ടൊക്കെ എടുത്തിട്ട് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കണ മക്കളാണെന്ന് എനിക്കറിയാം. എല്ലാവരും നന്നായിട്ട് പഠിക്കണ മക്കളാണെന്ന് എനിക്കറിയാം. അതിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ നന്നായിട്ട് എന്താ എല്ലാ ചാപ്റ്ററും നല്ല മനോഹരമായിട്ട് എന്താ സാറ് ക്ലാസ് എടുത്തരും. സാറെ പേര് മറക്കണ്ട. സാറ് പേര് ജിഷ്ണു എന്നാണ്. റെഡിയാണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ? റെഡിയാണോ? കുറച്ചധികം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ LPന്റെ പോലെയോ അതേപോലെ UPന്റെ പോലെയോ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള മക്കളായിട്ട് എന്താ നമ്മളെ ക്ലാസ്സിലിരുന്ന് ഓരോ കാര്യങ്ങളും കേൾക്കാൻ. റെഡിയാണോ? നമുക്ക് തുടങ്ങിയാലോടാ? ഓക്കെ. ഞാനൊരു നമ്പർ സാറ് ബോർഡുമേൽ എഴുതണം. സാറ് ഒരു നമ്പർ ബോർഡുമേൽ എഴുതാണ്. നമ്പറിന് നമ്മൾ 2 എന്ന് പറയും, അല്ലെങ്കിൽ 2 എന്ന് പറയും. ഒരു നമ്പറിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഒരു നമ്പറിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഒരു നമ്പറിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂല. ആളുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക, ചെങ്ങായിന്റെ കൂടെ. ഈ നമ്പറിന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരെങ്കിലും ഒക്കെ ഉണ്ട്. അയാൾ എന്ന് പറയുന്നത് *1. ഇതാ വലത്തെ ഭാഗത്ത് *1 ഉണ്ട്. 2 × 1 എന്ന് പറഞ്ഞാൽ എന്താ? 2 തന്നെയാണ്. അപ്പൊ ഒരു നമ്പറിന് എന്താ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അയാളുടെ വലത്തെ ഭാഗത്ത് ആരുണ്ട്? *1 ഉണ്ട്. അതേപോലെ ഇയാളുടെ ഇടത്തെ ഭാഗത്തും എന്താ? *1 ഉണ്ട്. 1 × 2 അല്ലെങ്കിൽ 1 × 2 എത്രയാണ് മക്കളെ? അയാളും എന്താ? 2 ആണ്. അതേപോലെ തന്നെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ഉള്ള പോലെ താഴെയും ഉണ്ട്. ഇതാ താഴെ /2 ഉണ്ട്. 2/1 അല്ലെങ്കിൽ 2 ഹരിക്കണം 1 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് എന്ന് പറഞ്ഞാലും 2 തന്നെയാണ്. ചില സമയങ്ങളിലൊക്കെ എന്താ ഓല് പുറത്ത് ചാടും. നമ്മൾ ഭിന്നസംഖ്യകള് ഹരിക്കലും ഗുണിക്കലും കൂട്ടലും ഒക്കെ ചെയ്യാറില്ലേ? അത് ഫ്രാക്ഷൻസ്. അപ്പൊ ഫ്രാക്ഷൻസ് കൂട്ടലും കുറയ്ക്കലൊക്കെ ചെയ്യുമ്പോൾ /1 ഈ /1 പുറത്ത് ചാടും. ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ അവർ പുറത്ത് ചാടും. അതേപോലെ തന്നെ മുകളിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ലെഫ്റ്റിലുണ്ട്, റൈറ്റിലുണ്ട്, അതേപോലെ താഴെയുണ്ട്. അതേപോലെ മുകളിൽ ആരെങ്കിലും ഒക്കെ വേണ്ടടാ? അതേപോലെ മുകളിലുണ്ട്. ഒരു 1 ഉണ്ട്. പക്ഷെ 1 നേരെ മുകളിലല്ല, ഏകദേശം ഈ ഒരു കോർണറിലാണ് 1. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ അങ്ങനത്തെ നമ്പറുകൾ. അയാളെ ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതാണ്. ഇത്തരം നമ്പേഴ്സിനെ നമ്മൾ എന്താ വിളിക്കാറ്? എന്താടാ മക്കളെ ഇത്തരം നമ്പേഴ്സിനെ നമ്മൾ വിളിക്കാറ്? 2⁻1 അല്ലെങ്കിൽ 2⁻1 എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ 2ന്റെ പവർ 1 ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് 2⁻1. 2⁻1 എന്ന് പറഞ്ഞാൽ എത്ര? 2 തന്നെയാണ്. എന്താ മീനിങ്? എന്താ 2⁻1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ 2 എന്ന് പറഞ്ഞ നമ്പർ ഒരു തവണയേ ഉള്ളൂ. അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ എന്ത് വിളിക്കും? ഇയാളെ നമ്മൾ 3⁻1 എന്ന് വിളിക്കും. അല്ലെങ്കിൽ 2ന്റെ പവർ 1 ആണ്. അല്ലെങ്കിൽ 3⁻1 എന്ന് നമ്മൾ എന്താ വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ വേറൊരു പേരിലും കൂടി ഇയാൾ അറിയപ്പെടുന്നുണ്ട്, 3⁻1. അത് നമ്മൾ അങ്ങനെ പഠിക്കണമെന്നില്ല. നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ടത് 3⁻1 അല്ലെങ്കിൽ 3ന്റെ കൃതിയാണ് 1 എന്നുള്ള രീതിക്ക് പഠിച്ചു വെക്കണം. അപ്പൊ 3ന്റെ കൃതി 1 ആണെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? 3 എന്നുള്ള നമ്പർ ഒരു തവണ ഉണ്ട് എന്നാണ് അല്ലേ അതിന്റെ അർത്ഥം. ഒരു നമ്പറിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂല. അയാളുടെ കൂടെ എത്രയും ആളുകളുണ്ട്. ചില സമയത്തൊക്കെ ഓല് പുറത്ത് ചാടും. അങ്ങനെ എപ്പോഴാണ് നമ്മൾ പുറത്ത് ചാടുന്നതൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ എന്ത് വിളിക്കും? 4⁻1 അല്ലെങ്കിൽ 4⁻1 എന്ന് വിളിക്കും. അയാൾ എന്ന് പറയുന്നത് 4 തന്നെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു നമ്പർ കൂടി ഇവിടെ എഴുതാണ്. ശ്രദ്ധിച്ചോ. ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? 1⁻2 അല്ലെങ്കിൽ 1⁻2 എന്ന് പറയും. അതേപോലെ തന്നെ ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? 2⁻2. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? 3⁻2. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? 4⁻2. പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? 5⁻2. അതിലും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ. ഇയാളെ നമ്മൾ വിളിക്കും 1⁻2 അല്ലെങ്കിൽ 1⁻2. അതേപോലെ ഇയാളെ 2⁻2 എന്ന് വിളിക്കും, അല്ലെങ്കിൽ 2⁻2 അല്ലെങ്കിൽ 2ന്റെ കൃതിയാണ് 2 അല്ലെങ്കിൽ 2ന്റെ പവർ ആണ് 2 എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇയാളെ നമ്മൾ വിളിക്കും 5⁻2 അല്ലെങ്കിൽ 5⁻2 എന്ന് വിളിക്കും, അല്ലെങ്കിൽ 5ന്റെ കൃതിയാണ് 2. ഇതിന്റെ ഒക്കെ മീനിങ് എന്താ മക്കളെ? ഇതിന്റെ ഒക്കെ ഒരു മീനിങ് എന്തായിരുന്നു? 2 മുകളിൽ 1 ഉണ്ടെങ്കിൽ 2 എന്ന് പറഞ്ഞ നമ്പർ ഒരു തവണയേ ഉള്ളൂ. 4 എന്ന് പറഞ്ഞ നമ്പർ ഒന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മീനിങ് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? 1 എന്ന് പറഞ്ഞ നമ്പർ 2 തവണ ഉണ്ട്.
മുകളിൽ 2 അല്ലേ, അപ്പൊ 2 തവണ ഉണ്ട് ആര് 1 ഉള്ള നമ്പർ 2 തവണ ഉണ്ട്. ഓക്കെ, അതേപോലെ ഈ നമ്പർ എന്താ 2 തവണ ഉണ്ട് എന്നല്ലേ, 2 ടൈംസ് ഉണ്ട് എന്നല്ലേ മീനിങ്, 2 ടൈംസ് ഉണ്ട് എന്നാണ് മീനിങ്. പക്ഷെ അയാൾ വെറുതെ അല്ല ഉണ്ടാവുക, ഇൻറ്റു 1 എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇയാൾ എന്ന് പറയുന്നത് 3 into 3 ആയിരിക്കും, ഇയാൾ എന്ന് പറയുന്നത് 4 into 4 ആയിരിക്കും, ഇയാൾ എന്ന് പറയുന്നത് 5 into 5 എന്നായിരിക്കും. റെഡി ആണോ? മീനിങ് നമുക്ക് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡി ആണോടാ? ഇയാളെ നമ്മൾ എന്ത് വിളിക്കും? 1/2 അല്ലെങ്കിൽ 1ന്റെ കൃതിയാണ് 2, ഇയാളെ നമ്മൾ വിളിക്കും 2/2 അല്ലെങ്കിൽ 2/2 എന്ന് വിളിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇയാൾക്ക് മറ്റൊരു പേരിലും കൂടിയും ഇയാൾ അറിയപ്പെടുന്നുണ്ട്. ഒരു നമ്പറിന്റെ മുകളിൽ 2 ആണെങ്കിൽ അല്ലെങ്കിൽ 2 ആണെങ്കിൽ അത്തരം നമ്പേഴ്സിനെ നമ്മൾ ഒരു പേര് വിളിക്കും. ഇയാളെ നമ്മൾ വിളിക്കും 1ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ. ഒരു നമ്പറിന്റെ മുകളിൽ 2 ആണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കും എന്താ? സ്ക്വയർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ മലയാളത്തിൽ വർഗം എന്ന് വിളിക്കും. നമുക്ക് 8ാം ക്ലാസ്സിൽ ഒന്നാമത്തെ ഒരു അടിപൊളി സെറ്റ് ചാപ്റ്റർ ഉണ്ട് മക്കളെ. അയാളുടെ പേരാണ് എന്ത്? സ്ക്വയർ അല്ലെങ്കിൽ വർഗം, സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗങ്ങൾ അല്ലെങ്കിൽ വർഗം എന്നൊക്കെ പറയും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡി ആണോടാ? എന്താണ് ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താ? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ഗുണിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്നാണ് നമ്മൾ എന്താ പറയുക? വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയും. നമ്മളൊക്കെ പറഞ്ഞു തരും, പ്രശ്നങ്ങളൊന്നുമില്ലടാ. ഇയാളെ നമ്മൾ പറയും 1 സ്ക്വയർ, അതേപോലെ 1/2 എന്ന് വിളിക്കാം, അതേപോലെ 1ന്റെ കൃതി 2 എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ വിളിക്കേണ്ടത് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ എന്നായിരിക്കണം. അപ്പൊ അതിന്റെ ഒക്കെ ഒരു മീനിങ് എന്താ? 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 5 2 തവണ ഉണ്ട്, വെറുതെ ആണ് 2 തവണ ഉണ്ടാവണത് അല്ല. 5 into 2, 5 into 5 എന്ന് പറഞ്ഞ രീതിയിലും അങ്ങനെ ആകുമ്പോൾ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 6 into 6. അങ്ങനെയാണ് ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ മക്കളെ, നമുക്ക് പഠിക്കാനൊന്നുമില്ല, ഇപ്പൊ നമുക്ക് പഠിക്കാനില്ല. ഇയാളെ നമ്മൾ എന്ത് വിളിക്കും? വെറുതെ ഇയാളെ നമ്മൾ എന്ത് വിളിക്കും? എന്താ മീനിങ് എന്ന് പറയാൻ പറ്റുമോ? ഈ 6 എന്നുള്ള നമ്പർ 3 ടൈംസ് ഉണ്ട്, 3 times 6. എങ്ങനെയാ ഇയാൾ ഉണ്ടാവുക? ഇൻറ്റു 6 into 6 into 6. ഇയാളെ നമ്മൾ സ്ക്വയർ വിളിച്ച പോലെ തന്നെ ഇയാളെ നമ്മൾ ക്യൂബ് എന്ന് വിളിക്കും, 6 ക്യൂബ് എന്ന് വിളിക്കും. അപ്പൊ എന്താ? 6 3 ടൈംസ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇപ്പൊ ഇയാളെ നമുക്ക് എന്താ പഠിക്കാനുള്ള, വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, നമുക്കിപ്പോ സ്ക്വയറിനെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ 7ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ പറയും? മീനിങ് എന്താ മക്കളെ? 7 into 7. അപ്പൊ ഈ സ്ക്വയർ പറഞ്ഞാൽ എന്താ? ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ചിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 1 into 1. എത്രയാടാ 1 into 1? 1 അല്ലേ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 into 2 എത്രയാ? 4 ആണ്. നമുക്കറിയാം, സിമ്പിൾ സാധനം. അയ്യോ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 3 into 3 9 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. എഗെയിൻ 4 സ്ക്വയർ എത്രയാടാ? 4 into 4 16 ആണ്. 5 into 5 25 ആണ്. ഇയാൾ 36 ആണ്. 49 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ അടുത്ത ആള്? 8ന്റെ സ്ക്വയർ എന്താ? 8 into 8 64. അങ്ങനെ അടുത്ത ആള് 9 സ്ക്വയർ, 9 into 9 എത്രയാ? 81. അടുത്ത ആളെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 10ന്റെ സ്ക്വയർ 10 into 10 എത്രയാ? 100 അല്ലേ? 100 അല്ലടാ. നമ്മൾ കുറച്ച് കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്പറുകളിൽ 0 അല്ലെങ്കിൽ 0 ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗുണിക്കാൻ സുഖല്ലേ? അതായത് 10 into 11 എത്രയാ? 10 into 11 എത്ര? 0 ഇല്ല എന്ന് വിചാരിക്കുക. 0 ഇല്ലെങ്കിൽ 1 into 11 അല്ലേ ഉള്ളൂ. 1 into 11 എന്ന് പറഞ്ഞാൽ 11 ആണ്. ഒഴിവാക്കിയ 0നെ തിരിച്ചു കൊണ്ടുവരണ്ടേ? കൊണ്ടുവന്നില്ല മണ്ടയ്ക്കടി കിട്ടും. വന്നോ? കൊണ്ടുവരണം, അല്ലെങ്കിൽ അടിയാം. അങ്ങനെയാണെങ്കിൽ 11 into 11 നമുക്ക് അത്ര അങ്ങോട്ട് സിമ്പിൾ അല്ലല്ലോ. പക്ഷെ നമുക്ക് 0 ഉണ്ടെങ്കിൽ എന്താ? നമുക്ക് പെട്ടെന്ന് ഇൻറ്റു ചെയ്യാം. 0 ഉണ്ടെങ്കിൽ എന്താ? പെട്ടെന്ന് നമുക്ക് ഇൻറ്റു ചെയ്യാം. ആ കാര്യം കൂടി നിങ്ങൾ എന്താ ഓർത്ത് വെക്കണം. അപ്പൊ മക്കളെ, നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരാണ് എന്താ?
സ്ക്വയേഴ്സ് അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ വർഗം അല്ലെങ്കിൽ വർഗങ്ങൾ എന്ന് പറയും. എന്താടാ മക്കളെ ഒരു വർഗം എന്ന് പറഞ്ഞാൽ? ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്തിട്ട് അല്ലെങ്കിൽ ഗുണിച്ചിട്ട് കിട്ടുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്താ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വണ്ണിന്റെ സ്ക്വയർ എന്താ? 1. അപ്പൊ ഞാൻ 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം 1 × 1 1. അപ്പൊ 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം 3 × 3 9. അങ്ങനെ 10ന്റെ സ്ക്വയർ നിങ്ങൾ പറയണം 10 × 10 100. അങ്ങനെയാണെങ്കിൽ 13ന്റെ സ്ക്വയർ, അതായത് 13ന്റെ സ്ക്വയർ, അപ്പൊ നിങ്ങൾ പറയണം 13 × 13. നമുക്ക് ആൻസർ അറിയില്ല, അവിടെ നിന്നോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ എങ്ങനെ ചെയ്യും. നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു 1 മുതൽ അതേപോലെ 10 വരെയുള്ള നമ്പേഴ്സുകൾ നമ്മൾ എന്താ കൃത്യമായിട്ട് ഓരോ സ്ക്വയറുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 11 × 11 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? 2 നമ്പേഴ്സിന്റെ 2 ഡിജിറ്റുള്ള 2 നമ്പേഴ്സിന്റെ വർഗ്ഗങ്ങൾ കാണാം. 11 × 11 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര സിമ്പിൾ അല്ല, നമുക്കറിയാം 121 ആണ്, പക്ഷെ അത് കാണാപാഠം പഠിച്ചാലേ പരിപാടി കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 14 × 14 അത്ര സിമ്പിൾ അല്ല. 14 × 40 പറഞ്ഞാൽ എത്രയാ? അത്ര സിമ്പിൾ അല്ലല്ലോ. അപ്പൊ അത്തരം നമ്പേഴ്സുകൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഗുണിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ മൊത്തം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് തരും. ഒരു ചെറിയൊരു കാര്യം കൂടി പറയാണ്ട്, എടാ ഈ 1, 2, 4, 3, 4, അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ നമ്മൾ ഒരു പേര് പറയും. എന്താ? ആർക്കേലും പറയാൻ പറ്റുമോ? 1, 2, 3, 4 എന്താ? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് അല്ലടാ, എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ എത്രയാ? 1ന്റെ സ്ക്വയർ എത്രയാ? 1 ആണ്. 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. 3ന്റെ സ്ക്വയർ എത്രയാ? 9 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാ? 16 ആണ്. അപ്പോ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ വർഗത്തെ അല്ലെങ്കിൽ സ്ക്വയറിനെ നമ്മൾ ഒരു പേര് പറയും, പെർഫെക്റ്റ് സ്ക്വയർ. എന്താ പേര് പറയാ? പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് നമ്മൾ ഒരു പേര് പറയും. അല്ലെങ്കിൽ മലയാളത്തിൽ പൂർണ്ണവർഗങ്ങൾ എന്ന് നമ്മൾ പറയും. പൂർണ്ണവർഗങ്ങൾ. അപ്പൊ എന്താ മക്കളെ ഈ പൂർണ്ണവർഗങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ വർഗത്തെ അല്ലെങ്കിൽ സ്ക്വയറിനെയാണ് നമ്മൾ എന്താ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയും. അപ്പൊ നിങ്ങളോട് ചെറിയൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 16 പോലുള്ള നമ്പർ ഒരു പൂർണ്ണവർഗമാണോ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 16 ആണ്. നാച്ചുറൽ നമ്പർ ആണ് 4ന്റെ സ്ക്വയർ ആണ് ആര്? 16 ആരാ? അപ്പൊ 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡിയാണോ? അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര നമ്പേഴ്സിന്റെ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ എങ്ങനെ ഇൻറ്റു ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3 അത് മുതൽ 10ന്റെ വരെ സ്ക്വയർ നമ്മൾ ഒരു സംശയമല്ല നമ്മൾ എന്താ പഠിച്ചിരിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും. 10 സ്ക്വയർ പറഞ്ഞാൽ എത്രയാ? 10 × 1 നമുക്കറിയാം. ഗുണന പട്ടിക നമുക്ക് 10 വരെയുള്ള ഗുണന പട്ടിക നമുക്കറിയാം. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. അപ്പോ 7ന്റെ സ്ക്വയർ എത്രയാ? 7 × 7 എന്ന് പറഞ്ഞാൽ 49. സിമ്പിൾ അല്ലടാ. പക്ഷെ 11ഉം അതേപോലെ 12ന്റെ സ്ക്വയർ ഒന്നും അത്ര അങ്ങോട്ട് സിമ്പിൾ അല്ല. അപ്പൊ അതൊക്കെ എങ്ങനെ കാണാന്ന് നമ്മൾ അടിപൊളിയായിട്ട് എന്താ പറഞ്ഞു തരും. നമുക്ക് അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ കുറിച്ച് ചെയ്താലോ? അല്ല, സെറ്റ് ചാപ്റ്റർ, സിമ്പിൾ ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തൊരു പ്രശ്നങ്ങളൊന്നുമില്ല. റെഡി ആണോടാ? സെറ്റ് ആകോ? എന്നാ പോയാലോ നമുക്ക്? ഓക്കെ. അപ്പൊ മക്കളെ നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റും. അതേപോലെ നമ്മൾ 11ന്റെ സ്ക്വയർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 11ന്റെ സ്ക്വയറിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മക്കളെ 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 11 എന്ന് പറഞ്ഞ ചെങ്ങായി 2 തവണ ഉണ്ട് നല്ല മീനിങ്. അയാൾ വെറുതെ ആണ് ഉണ്ടാവുക, ഇൻറ്റു ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ 11 × 11 ഒക്കെ നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു? ചില ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും 11 × 11 എന്നൊക്കെ പറഞ്ഞ് 121 ലാസ്റ്റ് ആൻസർ ഗുണിച്ചിട്ട് ലാസ്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ? പക്ഷെ 7ാം ക്ലാസ്സിൽ നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ വരച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ? സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ചതുര ഗുണനം എന്നൊക്കെ പറഞ്ഞ മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിലൂടെ ഒന്ന് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ 11 × 11 നമ്മൾ എങ്ങനെ ചതുര ഗുണനം പറഞ്ഞ മെത്തേഡിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ആദ്യം ഒരു ചതുരം വരയ്ക്കും അല്ലെ? ആദ്യം ഇതേപോലെ ചതുരം വരയ്ക്കും അല്ലെ? അതിനെ നമ്മൾ 4 ആയിട്ട് ഭാഗിക്കും. ഇവിടെയും അതേപോലെ ഒരു ചതുരം വരയ്ക്കും അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ 7ാം ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്?
എന്നിട്ട് 11 നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ 11 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം? 11നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0 ഉൾപ്പെടുന്ന നമ്പറുകളെ ഇൻറ്റു ചെയ്യാൻ ഭയങ്കര സുഖമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് 13 × 10 ആണെങ്കിൽ 130 എന്നൊക്കെ പറയും. അതായത് 10 വരുന്ന നമ്പേഴ്സിനൊക്കെ എന്താ, അല്ലെങ്കിൽ 0 വരുന്ന നമ്പേഴ്സിനൊക്കെ ഇൻറ്റു ചെയ്യാൻ ഭയങ്കര സുഖമാണല്ലേ. അപ്പോൾ 11 എന്ന് പറഞ്ഞ നമ്പേഴ്സിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. പക്ഷെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരാൾ ഉണ്ടായിരിക്കണം, 10 പറഞ്ഞ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ 10 ഉണ്ടായിരിക്കണം, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യും വേണം. 11നെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 11 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ 10 + 1 എന്ന് പറയും. അതെ 11 എന്ന് പറഞ്ഞ നമ്പറിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും അല്ലെ? 10 + 1 അല്ലേ? 11 പറഞ്ഞ നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഒരു ചെങ്ങായും കൂടി ഇല്ല ഇവിടെ, 11 പറഞ്ഞ ചെങ്ങായി, അയാളെ നമുക്ക് എഴുതേണ്ടതാ. 11 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, 10 + 1 എന്ന് എഴുതി. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, ഏതൊരു നമ്പേഴ്സിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 0 ഉൾപ്പെടുത്തിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്തിനാ? ഗുണിക്കാൻ സുഖത്തിനാണ് നമ്മൾ 0 ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 21 എന്ന് പറഞ്ഞ നമ്പറിന് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 20 + 1 എന്ന് എഴുതണം. 20 + 1. അങ്ങനെയാണെങ്കിൽ 34 എന്ന് പറഞ്ഞ നമ്പറിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 30 + 4 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 96 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? 90 + 6. എന്താ പ്രശ്നം? ഒരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെയാണെങ്കിൽ 11 ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ഒരു ഇൻറ്റു ഇല്ലേ മക്കളെ? ഇൻറ്റു ഉണ്ട് അല്ലേ? ഒരു ഇൻറ്റു ഉണ്ട്. അതേപോലെ തന്നെ ഒരു 11 കൂടി ഉണ്ട്, അയാളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 10 + 1. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്നിട്ട് നമ്മൾ ചതുരം, ഇതൊക്കെ നമുക്ക് 7ാം ക്ലാസ്സിൽ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 10 + 1നെ ഇവിടെ 10 എഴുതും. 1 ഇവിടെ എഴുതും. 10 എഴുതി, 1 എഴുതി, അവിടെ എഴുതി കഴിഞ്ഞു. അടുത്തത് 10നെ നമ്മൾ ഇവിടെ എഴുതി. അതേപോലെ ഈ 1നെയും നമ്മൾ ഇവിടെ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇൻറ്റു ചെയ്യും. ഇവിടെ ഈ കോളൊക്കെ നമ്മൾ എന്താ ഫില്ല് ചെയ്യും. ഈ കോളം ഫില്ല് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? മുകളിലോട്ട് നോക്കാം. മുകളിൽ 10 ഉണ്ട്. ഇടത്തോട്ട് നോക്കാം, അവിടെയും 10 ഉണ്ട്. അപ്പൊ 10 × 10 എത്രയാ? 10 × 10 എന്ന് പറഞ്ഞാൽ 100 ആണ്. നമുക്കറിയാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ മുകളിലോട്ട് നോക്കും, 1 ഉണ്ട്. ഇടത്തോട്ട് നോക്കും, 10 ഉണ്ട്. അപ്പൊ 10 × 1 എത്രയാ? 10 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യും. മുകളിലോട്ട് 10 ഉണ്ട്, ഇടത്തോട്ട് നോക്കും 1 ഉണ്ട്. 1 × 10 എത്രയാ? 10 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. റെഡി ആണോ? അടുത്തത് ഇവിടെ മുകളിൽ 1 ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു 1 ഉണ്ട്. 1 × 1 1 ആണ്. റെഡി ആണോ? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഈ ചെങ്ങായിമാരൊക്കെ എന്താ കൂട്ടും, ഇങ്ങനെ ആഡ് ചെയ്യും അല്ലെ? ആഡ് ചെയ്യും. 100 + 10 എത്രയാ? 110 അല്ലേ? 10 + 1 എത്രയാ? 10 + 1 എത്രയാ? 11 ആണ് അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇയാളെ നമ്മൾ എന്താ ആഡ് ചെയ്യും അല്ലേ? 0 + 1 1 ആണ്. 1 + 1 2 ആണ്. 1 അതേപോലെ നമ്മളിത് 120. ഇയാളെ തന്നെയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്? അപ്പൊ നമുക്ക് തോന്നും, എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ മെനക്കെടുന്നത്? സിമ്പിൾ ആയിട്ട് ഇതേപോലെ ചെയ്താൽ മതിയല്ലോ എന്ന് ചോദിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്താലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഒന്നും പറയാനില്ല. നമുക്ക് വേറെ മെത്തേഡൊക്കെ നമ്മൾ വരും, സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇയാളെ 100 + 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 100 + 10 എത്ര? 110. 110 + 10 എത്രയാ? 120. 120 + 1 എത്രയാ? 121. അപ്പൊ അത് ഈ നമ്പേഴ്സിന് നമുക്ക് എങ്ങനെ കൂട്ടിയാലും 121 എന്ന് കിട്ടും. അപ്പൊ ഞാന് ഇങ്ങനെ കൂട്ടാനാണ് പോകുന്നത്. നമുക്ക് ആരെയാ വേണ്ടത്? 11ന്റെ സ്ക്വയറിനെയാണ് നമുക്ക് വേണ്ടത്. ഒരു രീതിയിൽ നമുക്ക് ആൻസർ കിട്ടി, വേറെ രീതിയിലും നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെ നമ്മൾ ചെയ്യൂല. അങ്ങനെ ചെയ്താൽ മാർക്ക് തരൂല്ല. ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഇങ്ങനെയല്ല. ഇത് ഈ രീതിയിലായിരുന്നു നമ്മൾ 7ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 8ാം ക്ലാസ്സിൽ പുതിയൊരു രീതി ഉണ്ട്. ആ രീതിയിലോട്ടാണ് നമ്മൾ വരുന്നത്. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ആ രീതിയൊക്കെ നമ്മൾ പറഞ്ഞു തരും. മക്കളെ, ഞാൻ പറയാണ്, 11നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 11ന്റെ സ്ക്വയർ പറഞ്ഞാൽ എന്താ മീനിങ്? 11 × 11 ആണ് നമുക്കറിയാം. 11നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 10 + 1. പ്രശ്നങ്ങളൊന്നുമില്ല. 11നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, 10 + 1 എഴുതി. മുകളിൽ ആരുണ്ടടാ? സ്ക്വയർ ഉണ്ട് അല്ലേ? ഈ സ്ക്വയർ ഞാൻ എഴുതി. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ എന്താ? 11ന്റെ സ്ക്വയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 10 + 1 ഹോൾ സ്ക്വയർ എന്നാണ് അയാളെ നമ്മൾ വായിക്കുക. റെഡി ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ 4 ആൾക്കാരെ എങ്ങനെ ആഡ് ചെയ്താലും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോയി. അതായത്
100 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 1 ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അത് എത്രയാ ആൻസർ എന്നൊക്കെ നമുക്കറിയാം. 121 ആണെന്ന് നമുക്കറിയാം. നമ്മൾ പുതിയൊരു മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ മെത്തേഡ് വരുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, 100നെ നമുക്ക് എന്തിന്റെ സ്ക്വയർ, 10ന്റെ സ്ക്വയർ എന്ന് എഴുതി കൂടെ മക്കളെ? 100നെ നമുക്ക് 100നെ നമ്മൾ 10ന്റെ സ്ക്വയർ എന്ന് എഴുതി പ്ലസ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ എത്ര 10 ഉണ്ട് മക്കളെ? ഇവിടെ എത്ര 10 ഉണ്ട്? 2 10 ഉണ്ട്. അപ്പൊ ഞാൻ 2 into 10 എന്ന് എഴുതി. പ്രശ്നങ്ങളൊന്നുമില്ല. 10 പ്ലസ് 10 എത്രയാ? 20 ആണ്. 2 into 10 എന്ന് പറഞ്ഞാൽ എത്രയാ? അയാളും 20 ആണ്. അയാൾ ഞാൻ 2 into 10 എഴുതി. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അഗെയിൻ പ്ലസ്. ഇവിടെ 1 ആരുടെ സ്ക്വയറാ? 1 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ തന്നെയല്ലേ? 1ന്റെ സ്ക്വയർ എന്ന് എഴുതി. അല്ലടാ, 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? അയാൾ ഞാൻ സ്ക്വയർ ആയിട്ട് എഴുതി. അടുത്തൊരു ചോദ്യം വരുമ്പോൾ ഒരു ഐഡിയ നമുക്ക് കിട്ടൂട്ടോ. പ്രശ്നങ്ങളൊന്നും അടിക്കണ്ട. ഓക്കെ, അപ്പോ 10 സ്ക്വയർ എന്ന് എഴുതി പ്ലസ് ഈ 10നെ കണ്ടോ? പ്ലസ് എന്ന് എഴുതി. ഞാൻ 2നെ ഞാൻ അതേപോലെ എഴുതി. ഓക്കെ, 10നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. 10നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. 1 into 10 എന്ന് എനിക്ക് എഴുതിക്കൂടെ? 1 into 10. ഓക്കെ, 1 into 10 എന്ന് എഴുതിക്കൂടെ? 10നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. 1 സ്ക്വയർ. ഇത്ര മെനക്കേടൊന്നുമില്ല. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് വരും. അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, 10 സ്ക്വയർ നമ്മൾ 10 സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, 2നെ നമ്മൾ അതേപോലെ തന്നെ എഴുതി. 10നെ ഞാൻ 1 into 10 എന്ന് എഴുതി. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. 10നെ ഞാൻ 1 into 10 എഴുതി. 1 സ്ക്വയർ. എങ്ങനെ? പ്രശ്നങ്ങളൊന്നുമില്ല. റെഡിയാണ്. ഓക്കെ, 10 സ്ക്വയറിന് 10 പ്ലസ് 1 ഹോൾ സ്ക്വയർ ഞാൻ അതേപോലെ തന്നെ എഴുതി. ഈ പുതിയ മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഇത്ര മതി. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇനി ഇങ്ങനെയാണ് ചെയ്യുക. 11ന്റെ സ്ക്വയറിനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. നോക്കിക്കോട്ടെ മക്കളെ. ഇനി നമ്മൾ ഈ മെത്തേഡ് ഒന്നും നമ്മൾ ഇനി ചെയ്യില്ല. ഡയറക്റ്റ് ഈ മെത്തേഡിലൂടെയാണ് നമ്മൾ ഇനി ചെയ്യുക. അതെങ്ങനെയാ വന്നത് എന്നാണ്, ഈ രീതിക്കാണ് അത് വന്നിട്ടുള്ളത്. കണ്ടോ മക്കളെ? ശ്രദ്ധിച്ചോ. 11ന്റെ സ്ക്വയറിനെ നമുക്ക് 10 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. 11ന്റെ സ്ക്വയറിനെ നമുക്ക് 10 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് 0 ഉൾപ്പെടുത്തിയിട്ട് വേണം ഏതൊരു നമ്പറിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ. എന്തിനാ? ഗുണിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് ഇത് മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഇനി ഇതൊന്നും ഉണ്ടായിരിക്കില്ല. റെഡി ആണോ? എടാ, ഇയാൾ ഫസ്റ്റ് നമ്പർ, ഇയാൾ രണ്ടാമത്തെ നമ്പർ, ഇയാൾ ഫസ്റ്റ് നമ്പർ, ഇയാൾ രണ്ടാമത്തെ നമ്പറാന്ന് വിചാരിക്കണം. മാക്സിമം എല്ലാം കൊണ്ട് വിചാരിക്കുക വേണം. വിചാരിച്ചു. ഇപ്പൊ നമ്മൾ ചെയ്തു. ആദ്യത്തെ നമ്പർ ഇയാൾ രണ്ടാമത്തെ നമ്പർ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ ഇതല്ലേ? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ 10ന്റെ സ്ക്വയർ, ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ. ഓക്കെ, പ്ലസ് ഈ പ്ലസ്. ഓക്കെ, റെഡി ആണോ? പിന്നെ 1 2 3 ഈ 3 ചെങ്ങായിമാരും ഗുണിക്കുക. എങ്ങനെ ഗുണിച്ചാലും പ്രശ്നമില്ല. 2 ഗുണിക്കണം 1 ഗുണിക്കണം 10, 2 ഗുണിക്കണം 1 ഗുണിക്കണം 10. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അഗെയിൻ പ്ലസ് ഈ നമ്പറിന്റെ വർഗം സ്ക്വയർ. റെഡി ആണോ? നമുക്ക് 2-3 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ലടാ. നോക്കടാ, നമുക്ക് 12ന്റെ സ്ക്വയർ ആണ് ഇനി കാണേണ്ടതെന്ന് വിചാരിക്കുക. 12ന്റെ സ്ക്വയറിന് അല്ലെങ്കിൽ 12നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 0 ഉൾപ്പെടുത്തിയിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 10 പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, റെഡിയാണോ? ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ വരും. ഇയാള് ഫസ്റ്റ് നമ്പർ, ഇയാള് സെക്കൻഡ് നമ്പർ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡിയാണോ? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ 10 സ്ക്വയർ. ഓക്കെ, പ്ലസ് ഫസ്റ്റ് നമ്പർ അയാളുടെ സ്ക്വയർ 10 സ്ക്വയർ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഈ 3 ചെങ്ങായിമാരെയും ഇയാളെയും ഗുണിക്കുക. അങ്ങനെ ഗുണിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇയാളെയും അങ്ങോട്ട് ഗുണിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇയാളെയും ആ 3 ചെങ്ങായിമാരങ്ങളെ എങ്ങനെ ഗുണിച്ചാലും ഒരു പ്രശ്നമല്ല. ഓക്കെ, ബ്രാക്കറ്റ് ഇടുന്നു. 2 ഗുണിക്കണം, ഇയാളെ നമ്മൾ എഴുതി ഗുണിക്കണം, ഇയാളെ നമ്മൾ എഴുതി 2 ഗുണിക്കണം, ഇയാളെ നമ്മൾ എഴുതി 10 പ്ലസ് ആദ്യത്തെ നമ്പറിനെ എഴുതി പ്ലസ് ഈ 3 ആൾക്കാരെയും നമ്മൾ ഗുണിച്ചു പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ വർഗം. അയാളെ നമ്മൾ എടുത്തിട്ടില്ലല്ലോ, രണ്ടാമത്തെ നമ്പറിന്റെ വർഗം. കുറച്ച് 2-3 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലെവലിൽ എത്തും. ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഓക്കെ, 10ന്റെ സ്ക്വയർ എത്രയാ? 100 ആണ്. പ്ലസ് 2 into 2 4 ആണ്. 4 into 10 40 പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാടാ? 4 ആണ്.
റെഡി ആണോ? റെഡി ആണോടാ? 100 പ്ലസ് 40 140. 140 പ്ലസ് 4 144. അല്ലടാ, 12ന്റെ സ്ക്വയർ അയാൾ തന്നെയല്ലേ? അല്ലടാ, നമ്മൾ ഈ ചതുരം വരച്ചിട്ടൊന്നും നമ്മൾ ചെയ്യില്ല. അതൊക്കെ 7ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ചെയ്തതാണ്. അതൊന്നും നമുക്ക് ഇനി വേണ്ട. ഇനി നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ രീതി ആയിരിക്കും. ഒന്നും കൂടി ഞാൻ ചെയ്തു തരാം. 23ന്റെ സ്ക്വയർ നമുക്ക് കാണണം. 23ന്റെ സ്ക്വയർ കാണണം. 0 ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ സ്പ്ലിറ്റ് ആക്കാൻ. റെഡി ആണോ? 23ന്റെ സ്ക്വയറിനെ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കും? 20 പ്ലസ് 3 ഓൾ സ്ക്വയർ എഴുതിക്കൂടെ? 23ന്റെ സ്ക്വയർ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെടാ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പരിപാടി ആരംഭിക്കും. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 3 ചങ്ങായിമാരെയും ഗുണിക്കും പ്ലസ് ലാസ്റ്റ് നമ്പർ, അതായത് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഫസ്റ്റ് നമ്പർ ഇയാള് ഫസ്റ്റ് നമ്പർ, ഇയാള് രണ്ടാമത്തെ നമ്പർ അല്ലേ? ഫസ്റ്റ് നമ്പർ രണ്ടാമത്തെ നമ്പർ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ ഇതാ, ഫസ്റ്റ് നമ്പർ അയാളുടെ സ്ക്വയർ പ്ലസ് ഇനി 3 ചങ്ങായിമാരെയും ഗുണിക്കുക. ഇതാ ആരൊക്കെ 3 ചങ്ങായിമാര്? ഇയാളും ഇയാളും ഇയാളും. 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 20 പ്ലസ് ഇനി ആരേ ഉള്ളൂ? രണ്ടാമത്തെ ചങ്ങായിന്റെ വർഗ്ഗം എടുക്കണം, സ്ക്വയർ എടുക്കണം. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ചങ്ങായി, അയാളുടെ സ്ക്വയർ. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? റെഡിയാണ്. എടാ 20ന്റെ സ്ക്വയർ എത്രയാ? 20ന്റെ സ്ക്വയർ അത്ര സിമ്പിൾ അല്ല അല്ലേ? നമുക്ക് പറഞ്ഞു തരാം. 20ന്റെ സ്ക്വയർ നമുക്ക് 20ന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. 20ന്റെ സ്ക്വയർ പറഞ്ഞാൽ എന്താ മക്കളെ മീനിങ്? 20 × 20 ആണ് നമുക്കറിയാം അല്ലേ? ഇത് ഇൻറ്റു ചെയ്യാൻ നമുക്ക് അറിഞ്ഞൂടെ? നമ്മൾ എന്ത് ചെയ്യും? ആ 0 അങ്ങോട്ട് ഒഴിവാക്കും അല്ലേ? 20 × 20 ആണ്. ആ 0 നമ്മൾ അങ്ങനെ ഒഴിവാക്കും. 0 ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ പിന്നെ ഉള്ളൂ? 2 × 2 ഉള്ളൂ. 2 × 2 എത്രയാ? 4 ആണ്. 2 × 2 എത്രയാ? 4 ആണ്. ഒഴിവാക്കിയിട്ടുള്ളത് എത്ര പൂജ്യം മക്കളെ? ഒഴിവാക്കിയിട്ട് കാര്യമുണ്ടോ? തിരിച്ചു കൊണ്ടുവരണ്ടേ? രണ്ടെണ്ണത്തിന് ഒഴിവാക്കിണ്ടായിരുന്നു, ആ രണ്ടെണ്ണത്തിന് അതേപോലെ തിരിച്ചു കൊണ്ടുവരാം. റെഡി ആണോ? 400 ആണ് ആൻസർ വരിക. ഇനി സിമ്പിൾ ആയിട്ട് നമ്മൾ സാറ് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യാന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ഒരു സൈഡ് പോയിട്ട് അതൊക്കെ ചെയ്തിട്ട് വരണം. എന്താ 20ന്റെ സ്ക്വയർ ആണ് മക്കളെ നമുക്ക് കണ്ടത്. 2ന്റെ സ്ക്വയർ എത്രയാ? 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. അതേപോലെ 0നെയും നമ്മൾ സ്ക്വയർ ചെയ്യും. 0നെ സ്ക്വയർ ചെയ്യുമ്പോൾ അയാൾ രണ്ടെണ്ണമായിട്ട് മാറും. എങ്ങനെയാ? ഒരു 0 ഉള്ളൂ. 0നെ സ്ക്വയർ ആകുമ്പോൾ എന്താ? രണ്ടെണ്ണമായിട്ട് മാറും. 0നെ സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ടെണ്ണമായിട്ട് മാറും. അപ്പൊ 2 0 നമ്മൾ ഇട്ട് കൊടുക്കും പ്ലസ് അതെങ്ങനെ വന്നതൊക്കെ നമുക്കറിയാം. ഈ രീതിക്കാണ് അത് വന്നിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞുള്ളത്. 0നെ സ്ക്വയർ ചെയ്യുമ്പോൾ അയാൾ രണ്ടെണ്ണമായിട്ട് മാറും. സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിന് 2 വട്ടം ഗുണിക്കാൻ നല്ലടാ. 0നെ സ്ക്വയർ ചെയ്യുമ്പോൾ 0 രണ്ടെണ്ണമായിരിക്കും. ഓക്കെ, പ്ലസ് 2 × 3 6 ആണ്. 6 × 2 6 × 2 എത്രയാ? ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇവിടെ 0 ഉണ്ട്. 0 ഒഴിവാക്കാം. കൊണ്ടുപോയ ആളെ തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. 2 × 3 6 ആണ്. 6 × 2 12 ആണ്. 12 ആണ്. ഒഴിവാക്കിയ ഒരാളില്ലടാ, തിരിച്ചു കൊണ്ടുവരണ്ടേ? പ്ലസ് 3ന്റെ സ്ക്വയർ എത്രയാ? 9 ആണ്. റെഡി ആണോ? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇയാളൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് പോയിട്ട് ഇയാളൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ ഒരു സൈഡിൽ പോയിട്ട് എന്താ ഇയാളൊക്കെ നമ്മൾ ആഡ് ചെയ്യാണ്. ആരൊക്കെയാ? 400 പ്ലസ് 120 പ്ലസ് 9 എത്രയാ? 0 + 0 + 9 9 2 5 529 എന്ന് ആൻസർ നമുക്ക് കിട്ടും. മറ്റൊരു രീതി കൂടി. 400 ഇവിടെ ഉണ്ട്. 400 പ്ലസ് 100 എത്രയാ? 400 പ്ലസ് 100 എത്രയാ? 500. 500 പ്ലസ് 20 520. 520 പ്ലസ് 9 529. അതല്ലേടാ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് കിട്ടിയോ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ 1-2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ചാപ്റ്റർ ഏകദേശം പകുതി എത്തിക്കഴിഞ്ഞു. റെഡിയാണോ? നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്താലോ? സെറ്റ് അല്ലടാ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യല്ല. നോക്കടാ, ഈ മെത്തേഡ് ഒന്നും നമ്മൾ ഇനി ചെയ്യൂല. ഇതെങ്ങനെ വന്നതെന്നാണ് നിങ്ങൾക്ക് പറയാൻ. ഈ മെത്തേഡിലൂടെ മാത്രമാണ് ഇനി നമ്മൾ ചെയ്യുള്ളൂ. റെഡിയാണോ? 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12ന്റെ സ്ക്വയർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0 അവിടെ ഉണ്ടായിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 12ന്റെ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യും? 10 + 2
ഓൾ സ്ക്വയർ 10 + 2 ഓൾ സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ഈ 3 ചെങ്ങായിമാരി നമ്മൾ ഇൻറ്റു ചെയ്യും. എങ്ങനെ ഇൻറ്റു ചെയ്താലും പ്രശ്നമൊന്നുമില്ല. 3 ചെങ്ങായിമാരും എങ്ങനെയെങ്കിലും ഇൻറ്റു ചെയ്ത് കിട്ടിയാൽ മതി. പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. റെഡി ആണോ? ആ രീതിക്കാണ് നമ്മൾ ചെയ്തെന്നുള്ളത്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യാൻ എന്താ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ ടെക്സ്റ്റിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ചെയ്യാം.